ദുൽഖറിന്റെ ആദ്യത്തെ അന്യഭാഷാ ചിത്രം 2014 പുറത്തിറങ്ങിയത്. തമിഴ് ചിത്രമായിരുന്നു വായമൂടി പേസവും. ഈ സിനിമ മലയാളത്തിലും ഇറങ്ങിയിരുന്നു. മലയാളത്തിൽ അത് സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന പേരിലായിരുന്നു. നസ്രി ആയിരുന്നു ദുൽഖറിന്റെ നായികയായി എത്തിയത്. അരവിന്ദ് എന്ന കഥാപാത്രത്തെയായിരുന്നു ദുൽഖർ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബാലാജി മോഹനായിരുന്നു സംവിധാനം ചെയ്തത്. ആക്ഷേപഹാസ്യത്തിനും റൊമാൻറ്റിക് കോമഡിക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഈ ചിത്രം പക്ഷേ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പരാജയപ്പെട്ടു. അങ്ങനെ ദുൽഖറിന്റെ ആദ്യത്തെ അന്യഭാഷാ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. ദുൽഖറിന്റെ രണ്ടാമത്തെ അന്യഭാഷാ ചിത്രം തമിഴ് ചിത്രമായ ഓ കാതൽ കൺമണിയായിരുന്നു. മണിരത്നം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇത്. നിത്യമേനോനായിരുന്നു ദുൽഖറിന്റെ നായികയായി എത്തിയത്. ദുൽഖറിന്റെ ഗംഭീര പെർഫോമൻസ് ഉള്ള ഈ സിനിമ നിർമ്മിച്ചത് മണിരത്നം തന്നെയായിരുന്നു. AR റഹ്മാനായിരുന്നു ചിത്രത്തിന് മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയിൽ നല്ല ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വലിയ രീതിയിൽ ഓ കാതൽ കൺമണി സ്വീകരിക്കപ്പെട്ടില്ല. പക്ഷേ ദുൽഖറിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. ദുൽഖറിന്റെ അടുത്ത അന്യഭാഷാ ചിത്രം സോളോ ആയിരുന്നു. അത് പുറത്തു വന്നത് 2017 അത് മലയാളത്തിലും തമിഴിലുമായി ചിത്രീകരിച്ച ഒരു ബൈലിംഗൽ സിനിമയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എക്സ്പെരിമെന്റൽ ആന്തോളജി ഫിലിമായിരുന്നു. പക്ഷെ തിയേറ്ററിൽ വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല. വലിയ ഹൈപ്പിലായിരുന്നു ചിത്രം തിയേറ്ററിൽ എത്തിയത്. മലയാളത്തിൽ യുവാക്കളൊക്കെ ഒരുപാട് കാത്തിരുന്ന ഒരു ദുൽഖർ ചിത്രമായിരുന്നു ഇത്. പക്ഷേ പാട്ടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ദുൽഖറിന്റെ ചില കഥാപാത്രങ്ങളുടെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടു. എങ്കിലും സിനിമ തിയേറ്ററിൽ മറ്റൊരു പരാജയമായി. ബിജോയ് നമ്പ്യാരാണ് ഈ ചിത്രം ഒരുക്കിയത്. അടുത്തത് 2018 തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങിയ മഹാനടിയായിരുന്നു. ദുൽഖറിന്റെ ആദ്യത്തെ തെലുങ്ക് ചിത്രമായിരുന്നു ഇത്. ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായത് കീർത്തി സുരേഷ് ആയിരുന്നെങ്കിലും പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായി ദുൽഖറും ഉണ്ടായിരുന്നു. നടി സാവിത്രിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി വന്ന ഈ ചിത്രം ഒരു ബയോഗ്രാഫിക്കൽ ഡ്രാമയായിരുന്നു. കീർത്തി സുരേഷിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമൊക്കെ ലഭിച്ച ഈ സിനിമ സംവിധാനം ചെയ്തത് നാഗ് അശ്വിൻ ആയിരുന്നു. ദുൽഖറിന്റെ ഈ സിനിമയിലെ പ്രകടനം ഗംഭീരമായിരുന്നു. സിനിമ തിയേറ്ററിൽ ഹിറ്റായി മാറുകയും ചെയ്തു. ദുൽഖറിന്റെ അഞ്ചാമത്തെ അന്യഭാഷാ ചിത്രം കാർവാൻ ആയിരുന്നു. ചിത്രം ഹിന്ദിയിൽ നിന്നാണ് പുറത്തു വന്നത്. ദുൽഖറിന്റെ ആദ്യത്തെ ഹിന്ദി ചിത്രമായിരുന്നു കാർവാൻ. ദുൽഖറിനോടൊപ്പം ഇർഫാൻ ഖാൻ ആയിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സിനിമയിലെ പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നെങ്കിലും ചിത്രം വേണ്ടത്ര രീതിയിൽ തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ടില്ല. ദുൽഖറിന്റെ മറ്റൊരു പരാജയ ചിത്രമായി കാർവാൻ മാറി. ആകർഷ് ഖുറാനയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഹിന്ദിയിൽ നിന്ന് കാർവാൻ പുറത്തു വന്നതോടെ ദുൽഖർ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ച നടനായി. അന്യഭാഷകളിൽ അഭിനയിച്ച ആദ്യ സിനിമകളിൽ ഭൂരിഭാഗവും പരാജയപ്പെട്ടെങ്കിലും അന്യഭാഷകളിൽ അഭിനയിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള ശ്രമങ്ങൾ ദുൽഖർ തുടർന്നുകൊണ്ടേയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ദുൽഖറിൽ നിന്നും കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. മഹാനടി ഒഴികെ ആദ്യം ചെയ്ത 5 ചിത്രങ്ങളിൽ 4 പരാജയപ്പെട്ടെങ്കിലും ഇതിലെല്ലാം ദുൽഖറിന്റെ പ്രകടനം നോട്ടബിൾ ആയിരുന്നു എന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുൽഖറിനെ തേടി കൂടുതൽ അവസരങ്ങളും വന്നു. ദുൽഖറിന്റെ അടുത്ത അന്യഭാഷാ ചിത്രം ഹിന്ദിയിൽ നിന്നാണ് പുറത്തു വന്നത്. 2019 റിലീസായ ദ സോയ ഫാക്ടർ ആയിരുന്നു. അഭിഷേക് ശർമ്മയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ദുൽഖറും സോനം കപൂറുമായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ചിത്രം പക്ഷേ തിയേറ്ററിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ടു. ദുൽഖറിലെ അഭിനേതാവിനും താരത്തിനും ഒന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാത്തൊരു ചിത്രമായിരുന്നു ദ സോയ ഫാക്ടർ. സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടതും ദുൽഖറിന്റെ പ്രകടനത്തിന് വിമർശനം കിട്ടിയതും ഒക്കെ ആയിരുന്നു മിച്ചം. ദുൽഖറിന്റെ 7ാമത്തെ അന്യഭാഷാ ചിത്രം പുറത്തു വരുന്നത് 2020 തമിഴിൽ നിന്നുമാണ്. കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. ഈ സിനിമ തിയേറ്ററിൽ വിജയമായിരുന്നു. 2020 ഫെബ്രുവരിയിൽ റിലീസിനെത്തിയ ഈ സിനിമ കൊറോണയുടെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ചിത്രത്തിന്റെ ക്വാളിറ്റിയും ദുൽഖറിന്റെ മികച്ച പ്രകടനവും ഒക്കെ സിനിമയെ തിയേറ്ററിൽ വിജയിക്കുന്നതിന് കാരണമാക്കി. ദുൽഖറിന് വല്ലാതെ ഗുണം ചെയ്ത ഒരു അന്യഭാഷാ ചിത്രം കൂടിയായിരുന്നു കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ. ദേശിംഗ് പെരിയസ്വാമി ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ആൻഡ്രോ ജോസഫും വൈക്കം സ്റ്റുഡിയോസും ആയിരുന്നു സിനിമയുടെ നിർമ്മാതാക്കളായി ഉണ്ടായിരുന്നത്. റൊമാൻറ്റിക് ഹൈസ്റ്റ് കോമഡി ജോണറിലുള്ള ഈ ചിത്രം തിരക്കഥ എഴുതിയതും ദേശിംഗ് പെരിയസ്വാമി ആയിരുന്നു. 8ാമത്തെ ചിത്രം പുറത്തു വന്നതും തമിഴിൽ നിന്നായിരുന്നു. 2022 പുറത്തിറങ്ങിയ ഹേയ് സിനാമികയായിരുന്നു. ഈ സിനിമ സംവിധാനം ചെയ്തത് ഡാൻസ് കൊറിയോഗ്രാഫറായ ബൃന്ദ മാസ്റ്റർ ആയിരുന്നു. സിനിമ തിയേറ്ററിൽ വമ്പൻ പരാജയമായി. ദുൽഖർ സൽമാനും അതിഥി റാവുവും കാജൽ അഗർവാളും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമായിരുന്നു. ദുൽഖറിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാത്ത മറ്റൊരു അന്യഭാഷ റിലീസായിരുന്നു ഹേയ് സിനാമിക. അന്യഭാഷകളിൽ ദുൽഖറിന് ഏറ്റവും വലിയ ബ്രേക്ക് നൽകിയ ചിത്രമായിരുന്നു 2022 തെലുങ്കിൽ നിന്ന് പുറത്തു വന്ന സീതാരാമം. ഹനു രാഘവപ്പടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു പീരിയഡ് റൊമാൻറ്റിക് ഡ്രാമയായിരുന്നു. ദുൽഖർ സൽമാനും മൃണാൾ താക്കൂറും രശ്മിക മന്ദാനയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറി. ആഗോള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 98 കോടിയോളം കളക്ട് ചെയ്ത ദുൽഖർ ചിത്രമായിരുന്നു സീതാരാമം. ദുൽഖറിന്റെ കരിയർ ബിഗസ്റ്റ് ഗ്രോസറായും ആ സമയം സീതാരാമം മാറിയിരുന്നു. ബോക്സ് ഓഫീസ് വിജയത്തെക്കാൾ ഉപരി ഈ ചിത്രം ദുൽഖറിന് കരിയറിൽ ഗുണമായത് മറ്റു പല രീതിയിലുമാണ്.
ദുൽഖർ സൽമാന്റെ ഈ സിനിമയിലെ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമായി വിലയിരുത്തപ്പെട്ടു. ദുൽഖറിന് തെലുങ്ക് നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ലഭിക്കാനും ഈ ചിത്രം ഒരു കാരണമായി. കുറേ വർഷങ്ങളായി അന്യഭാഷയിൽ സിനിമകൾ ചെയ്യാനായി അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ടിന് റിസൾട്ട് കിട്ടിയത് 2022 സീതാരാമത്തിലൂടെ ആയിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിന്റെ കരിയറിൽ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി സീതാരാമം ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ദുൽഖറിന്റെ 10ാമത്തെ അന്യഭാഷാ ചിത്രം പുറത്തു വന്നത് ഹിന്ദിയിൽ നിന്നുമാണ്. 2022 പുറത്തിറങ്ങിയ ചുപ്പായിരുന്നു സിനിമ. ആർ ബൾക്കി സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു. ദുൽഖറിനോടൊപ്പം സണ്ണി ഡിയോളും പൂജ ഭട്ടുമൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം നിരൂപക പ്രശംസ നേടിയെങ്കിലും തിയേറ്ററിൽ വേണ്ടത്ര വിജയമായില്ല. തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ചുപ്പിലെ പ്രകടനം ദുൽഖർ സൽമാന് ഗുണം ചെയ്തു എന്ന് പറയാം. അദ്ദേഹത്തിന് മികച്ച പ്രകടനമായിരുന്നു സിനിമയിലുടനീളം. അന്യഭാഷയിൽ ദുൽഖർ അടുത്തതായി ചെയ്തത് 2024 പുറത്തു വന്ന കൽക്കി ആയിരുന്നു. ഇതിലൊരു ഗസ്റ്റ് അപ്പിയറൻസിലാണ് ദുൽഖർ പ്രത്യക്ഷപ്പെട്ടത്. ഈ ചിത്രം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു. നാഗ് അശ്വിനായിരുന്നു ഈ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, പ്രഭാസ്, ദീപിക പദുക്കോൺ, ദിൽഷ പട്ടാനി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായ സിനിമയിൽ ദുൽഖറും ഒരു ചെറിയ വേഷത്തിലെത്തിയിരുന്നു. സിനിമ തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു. മാത്രവുമല്ല, ദുൽഖർ സൽമാന്റെ ക്യാപ്റ്റൻ എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രഭാസിന്റെ ഫാദർ ക്യാരക്ടറായിരുന്നു ദുൽഖർ ഈ ചിത്രത്തിൽ ചെയ്തിരുന്നത്. അന്യഭാഷയിൽ നിന്നുള്ള ദുൽഖറിന്റെ 12ാമത്തെ ചിത്രമായിരുന്നു 2024 പുറത്തു വന്ന ലക്കി ഭാസ്കർ. ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറിയ ലക്കി ഭാസ്കർ സംവിധാനം ചെയ്തത് വെങ്കി അറ്റ്ലൂരി ആയിരുന്നു. ഈ ചിത്രം ഒരു ബ്ലാക്ക് കോമഡി ക്രൈം ഡ്രാമ എന്ന ജോണറിലാണ് പുറത്തു വന്നത്. ദുൽഖറിന്റെ ഗംഭീര പ്രകടനമുണ്ടായ സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സക്സസ് ആയെന്ന് മാത്രമല്ല, ആദ്യമായി അദ്ദേഹത്തിന് 100 കോടി നേടിക്കൊടുത്ത ചിത്രവുമായിരുന്നു ലക്കി ഭാസ്കർ. തെലുങ്കിൽ വലിയ രീതിയിൽ ദുൽഖറിന് പ്രേക്ഷക പിന്തുണ ലഭിച്ച മറ്റൊരു ചിത്രം കൂടിയായിരുന്നു ലക്കി ഭാസ്കർ. ലക്കി ഭാസ്കർ കേരളത്തിലും വലിയ വിജയമായിരുന്നു. അതുപോലെ തമിഴ്നാട്ടിലും വലിയ വിജയമായി. ഓവർസീസിലും വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുത്തു. ഇതിലെ ദുൽഖറിന്റെ പ്രകടനത്തിന് വലിയ രീതിയിലുള്ള കയ്യടികൾ ഉണ്ടായിരുന്നു. ദുൽഖറിനൊപ്പം മീനാക്ഷി ചൗധരി ആയിരുന്നു പ്രധാന കഥാപാത്രമായി എത്തിയത്. നിമീഷ് രവി സിനിമാറ്റോഗ്രഫി നിർവഹിച്ച ചിത്രത്തിൽ നവീൻ നൂലിയായിരുന്നു എഡിറ്റർ. മ്യൂസിക് ചെയ്തത് GVPയുമായിരുന്നു. ദുൽഖറിന്റെ കരിയറിൽ ഇന്ന് വരെയുള്ള നിർണായക വിജയ ചിത്രമായി ലക്കി ഭാസ്കർ മാറിയിരുന്നു. ദുൽഖറിന്റെ 13ാമത്തെ അന്യഭാഷാ ചിത്രമായി കാന്ത പുറത്തു വന്നിരിക്കുകയാണ്. കാന്ത തമിഴാണ് ഒറിജിനൽ വേർഷൻ. പക്ഷേ കാന്ത തമിഴിലും തെലുങ്കിലുമായിട്ടാണ് തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നത്. ദുൽഖറിന് തെലുങ്ക് നാട്ടിലുള്ള വലിയ സ്വീകാര്യത മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നതെങ്കിലും ദുൽഖറിന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനമായിട്ടാണ് ഈ ചിത്രത്തിലെ ദുൽഖറിന്റെ പെർഫോമൻസ് വാഴ്ത്തപ്പെടുന്നത്. ദുൽഖറിനൊപ്പം സമുദ്രകനിയും ഭാഗ്യശ്രീ ബോർസിയൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ സിനിമ സംവിധാനം ചെയ്തത് സെൽവമണി സെൽവരാജാണ്. ഹണ്ട് ഫോർ വീരപ്പനൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വലിയ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമ ദുൽഖറിൻ്റെ കരിയറിലെ വലിയ വിജയമാവുമോ എന്നുള്ളത് കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണത്തിൽ തുടരുന്ന ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ദുൽഖറിന്റെ 14ാമത്തെ അന്യഭാഷാ ചിത്രവും തെലുങ്കിൽ നിന്നാണ്. ആകാശംലോ ഒക്കത്താര എന്ന പേരിട്ട ചിത്രം 2026 തിയേറ്ററിലെത്തുക. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പവൻ സദിനേനിയാണ്. 2026 തിയേറ്ററിലെത്തുമെന്ന് കരുതപ്പെടുന്ന ചിത്രത്തിന്റെ ഗ്ലിംസ് ദുൽഖർ സൽമാന്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തു വന്നിരുന്നു. ചിത്രത്തിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.